അങ്ങനെ ഫൈനലി കാത്തിരിപ്പിനെല്ലാം വിരാമിട്ടുകൊണ്ട് ഒഫീഷ്യലി തന്നെ നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ സെക്കൻഡ് ട്രെയിലർ ഇപ്പോൾ യൂട്യൂബിൽ റിലീസായിരിക്കുകയാണ്. വലിയ വ്യത്യാസമോ മാറ്റങ്ങളൊന്നുമില്ല. നമ്മളിതിന് മുമ്പ് ലീക്കായിട്ടുണ്ടായിരുന്ന ഈ ട്രെയിലറിനെ കുറിച്ച് ഒരുപാട് ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലീക്കായിട്ടുള്ള എന്താണോ സെയിം സാധനം തന്നെയാണ് ഇപ്പോൾ ഒഫീഷ്യലി തന്നെ ഇവർ റിലീസ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെയിലർ ഒഫീഷ്യലി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ച് ബൈ ഇഞ്ചായിട്ട് അതൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാമെന്ന്. സോ എന്തൊക്കെയാണ് ആ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓപ്പണിങ് തന്നെ നമ്മുടെ സ്പൈഡർമാൻ്റെ ഒരു വോയിസ് ഓവറോടുകൂടിയാണ് തുടങ്ങുന്നത്. അത് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മുടെ സ്കോർപ്പിയനും സ്പൈഡർമാനും തമ്മിലൊരു ഫൈറ്റാണ്. ആ ഫൈറ്റിൽ ഓഫ് കോഴ്സ് സ്പൈഡർമാൻ പറയുന്നുണ്ട് പുള്ളിയുടെ മൈൻഡിൻ്റെ കൺട്രോൾ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ടായ സ്പൈഡർമാൻ്റെ ആ കണ്ണ് ബ്ലാക്ക് കളറിലാവുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഈ ഒരു കാര്യത്തോടെ ഒരു കാര്യം കൺഫേം ആയിരിക്കുകയാണ്, അത് വെനവും കോപ്പൊന്നല്ല, സ്പൈഡർമാൻ്റെ ആ ജീൻ മ്യൂട്ടേഷൻ തന്നെ കാരണമായിട്ടാണ് പുള്ളിയുടെ ആ കണ്ണൊക്കെ ബ്ലാക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പുള്ളിയുടെ ആ മ്യൂട്ടേഷൻ കാരണമാണ് പുള്ളി അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. അങ്ങനെ സ്പൈഡർമാനും പുള്ളിക്ക് എന്തോ സംഭവിക്കുന്നുണ്ട്, അതെന്താണെങ്കിലും സോൾവ് ചെയ്യണം, കണ്ടുപിടിക്കണം എന്നുള്ള രീതിക്കാണ് സ്പൈഡർമാൻ സംസാരിക്കുന്നത്. ആ ഒരു മ്യൂട്ടേഷൻ പുള്ളിക്ക് ഓവറായിട്ട് സ്ട്രെങ്ത് കൊടുക്കുന്ന പോലെ, പുള്ളിയുടെ സ്ട്രെങ്ത് കൂടുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. കാരണം പുട്ട് പോലെയാണ് ആ സ്കോർപ്പിയൻ ഇട്ടിട്ട് അലകുന്ന പുള്ളി. പിന്നെ അതിനുശേഷം നമ്മുടെ MJ നെഡിൻ്റെ ഒക്കെ ആ വ്ളോഗ് പോലത്തെ സംഭവമൊക്കെ എപ്പോഴും നമ്മുടെ സ്പൈഡർമാൻ പീറ്റർ പാർക്കർ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്, അതൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഒരു മെയിൻ ആയിട്ടുള്ള സീന്. അതായത് നമ്മുടെ സ്പൈഡർമാൻ പുള്ളിയുടെ വെബ് ഷൂട്ടേഴ്സ് വെക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ വെബ് ഷൂട്ടേഴ്സ് പുള്ളിയുടെ കയ്യിൽ സെറ്റ് ആവുന്നില്ല. കാരണം അത് പുള്ളിയുടെ കയ്യിൽ തെറിച്ച് പോവാണ്. കാരണം പുള്ളിക്ക് ഓൾറെഡി ഓർഗാനിക് വെബ് കിട്ടിക്കഴിഞ്ഞു. അത് പുള്ളിയുടെ കൈ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമ്മുടെ സ്പൈഡർമാൻ മനസ്സിലാവുന്നുണ്ട്. ഒരു പക്ഷേ ഫസ്റ്റ് ട്രെയിലറിൽ ഒരു സീന് കാണിച്ചിട്ടുണ്ടാവും. അതായത് നമ്മുടെ സ്പൈഡർമാൻ കുറച്ച് വലയൊക്കെ മാറ്റിയിട്ട് ഒരു കുക്കുണ്ട് ഉള്ളുന്ന പോലെ പുറത്ത് വരുന്നത്. ആ ഒരു സീനിന് ശേഷമുള്ളൊരു സീനായിരിക്കണം ഇത്. അതായത് പുള്ളിക്ക് ആ ഓർഗാനിക് വെബ് കിട്ടിയതിന് ശേഷമുള്ളത്. അതിനുശേഷം പുള്ളിക്ക് ആ വെബ് ഷൂട്ടേഴ്സിൻ്റെ ആവശ്യം ഇല്ല. അതുകൊണ്ട് പുള്ളി ആ വെബ് ഷൂട്ടേഴ്സ് മാറ്റി വെക്കുമായിരിക്കും. അങ്ങനെ നമ്മുടെ സ്പൈഡർമാനും പുള്ളിയുടെ ഈ മ്യൂട്ടേഷനൊക്കെ ഏതാണെന്ന് സപ്രസ് ചെയ്യാനൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ അത്യാവശ്യം അഗ്രഗണ്യനായിട്ടുള്ള ഒരാളെ പോയി കാണാണ്. കാരണം നമ്മുടെ ബ്രൂസ് ബാനറിനെ. കാരണം പുള്ളിക്കും ഓൾറെഡി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് പുള്ളി ഇപ്പോൾ സപ്രസ് ചെയ്തിട്ടാണുള്ളത്, ഹൾക്കിനെ. അങ്ങനെ പുള്ളി മീറ്റ് ചെയ്യുമ്പോൾ പുള്ളി ചോദിക്കുന്നുണ്ട്, അതായത് ജീൻ മ്യൂട്ടേഷനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു വഴി കണ്ടുപിടിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രൂസ് ബാനർ പുള്ളിയുടെ കയ്യിൽ എന്തോ ഒരു വാച്ച് പോലെ പുള്ളിയുടെ ആ ഗാമ റേഡിയേഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സാമാനം കാണിച്ചിട്ട് പുള്ളി പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ എപ്പോഴാണ് ഈ സാമാനം ഇല്ലാത്തത് ഓടിക്കോണമെന്ന്. അതായത് കഴിഞ്ഞ എൻ ഗെയിമിലും ഒക്കെ നമ്മൾ പ്രൊഫസർ ഹൾക്കിനെനിക്ക് കണ്ടിട്ടുണ്ടാവുക. അതായത് ബ്രൂസ് ബാനറും ഹൾക്കും കൂടി ഒരു ധാരണയിൽ എത്തിയിട്ട് പ്രൊഫസർ ഹൾക്കായിട്ട് മാറിയിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്നും നമ്മുടെ ബ്രൂസ് ബാനർ ഓവർ കൺട്രോൾ ചെയ്തിട്ട് ഹൾക്കിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ബ്രൂസ് ബാനർ ആയിട്ടാണ് ഇരിക്കുന്നത്. സോ ഇനി പുറത്ത് വരുമ്പോൾ ഹൾക്കായിട്ടായിരിക്കും വരിക. അങ്ങനെ നമ്മുടെ സ്പൈഡർമാൻ ബ്രൂസ് ബാനറുടെ അടുത്ത് ചോദിക്കുകയാണ്, അതായത് ഇപ്പം എന്തായാലും മ്യൂട്ടേഷൻ നടക്കുന്നുണ്ട്. ആ മ്യൂട്ടേഷൻ നടക്കുന്നതിൽ മോശമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും, നല്ലതായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ ആ മോശമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സപ്രസ് ചെയ്തിട്ട് നല്ല കാര്യങ്ങൾ മാത്രം അവരുടെ ഉള്ളിൽ തന്നെ വെക്കാൻ പറ്റുമോ? അതിന് റിപ്ലൈ ആയിട്ട് നമ്മുടെ ബ്രൂസ് ബാനർ പറയുന്നുണ്ട്, അത് നിനക്കെങ്ങനെ ഡിസൈഡ് ചെയ്യാൻ പറ്റും നല്ലത് ഏതാ ചീത്ത ഏതാണ്. അങ്ങനെ അപ്പോഴാണ് നമ്മുടെ ബ്രൂസ് ബാനറിന് ഒരു കാര്യം മനസ്സിലാവുന്നത്. അതായത് പുള്ളി ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിനെ കുറിച്ചിട്ട് അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ബ്രൂസ് ബാനറിന് മനസ്സിലായി പുള്ളിയുടെ ഒരു സ്റ്റുഡൻ്റ് അല്ല നമ്മുടെ പീറ്റർ പാർക്കർ എന്നുള്ള കാര്യം. കാരണം പുള്ളിയുടെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നെങ്കിൽ പുള്ളി ഈ കാര്യങ്ങളൊന്നും വന്ന് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കേണ്ട കാര്യം ഉണ്ടാവില്ലല്ലോ. അതിനുശേഷം നമ്മുടെ സ്പൈഡർമാൻ ആരുടെയും മുമ്പിൽ ഇരിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. അതായത് ഒരു പോലീസ് ജനറൽ അങ്ങനത്തെ ഒരു സംഭവം പോലെയാണ് തോന്നുന്നത്. ചിലപ്പോൾ അവർ ഏതോ ഒരു ത്രെട്ടിനെ ഫൈറ്റ് ചെയ്യുന്ന പോലെയും അതിന് നമ്മുടെ സ്പൈഡർമാനെ ഹെൽപ്പിന് വിളിച്ച പോലെയാണ് ഈ ട്രെയിലറിൽ ഈ കട്ട് കണ്ടിട്ട് തോന്നുന്നത്. കാരണം വില്ലൻ ആരാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. ആ അറിയാത്ത ഒരാളായിട്ട് എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതാണ് പുള്ളി ചോദിക്കുന്നത്. അടുത്ത ഒരു സെക്കൻഡിൽ ആ മൊത്തം ആ സ്ഥലത്ത് എന്തോ ഒരു വേവ് പോലെ വന്നിട്ട് എല്ലാവരും ഒരുമാതിരി മൈൻഡ് കൺട്രോൾ പോലത്തെ ആവുന്ന ഒരു സംഭവമുണ്ട്. അതിൽ ആ ഒരു വോയിസ്, അതിലും പ്രത്യേകിച്ച് ഒരു വോയിസ് ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്നുണ്ട്. നമ്മുടെ സ്പൈഡർമാൻ മാത്രമാണ് അതിന് ഇമ്മ്യൂൺ ആയിട്ടുള്ളത്. ഒരു പക്ഷേ ഈ സൈക്കിക് കൺട്രോളിങ് ചെയ്തിട്ടുള്ള ആ വില്ലൻ്റെ ഈ കൺട്രോളിങ് പവേഴ്സ് ഒന്നും നമ്മുടെ സ്പൈഡർമാനിൽ ചിലപ്പോൾ വർക്കാവുന്നുണ്ടാവില്ലായിരിക്കും. അതായിരിക്കും പുള്ളി അവിടെ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഇതിന് മുമ്പുള്ള പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാരണം ആപത്ത് വരുന്നതിന് മുമ്പ് നമ്മുടെ സ്പൈഡർമാൻ അത് സെൻസ് ചെയ്യാനും പറ്റും. പുള്ളിയുടെ സ്പൈഡർ സെൻസ് കാരണം, പുള്ളിയുടെ മ്യൂട്ടേഷൻ കാരണം അതൊക്കെ ചിലപ്പോൾ ഇൻക്രീസ് ആയിട്ടും ഉണ്ടാവും. അതിനുശേഷം പിന്നെയും ഫസ്റ്റ് ട്രെയിലറിൽ നമ്മുടെ ആ പീറ്റർ MJ നെഡിൻ്റെ ഒക്കെ കാണിച്ചിട്ടുള്ള ആ പാർട്ടി പോലത്തെ സംഭവമാണ് കാണിക്കുന്നത്. അതിൽ നമ്മുടെ പീറ്റർ പാർക്കർ നമ്മുടെ നെഡിൻ്റെ ഒരു ബോർഡ് ഒരു സംഭവം പോലെ കാണുമ്പോൾ പുള്ളിക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് നെഡ് നമ്മുടെ പീറ്റർ പാർക്കർ സ്പൈഡർമാനെ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. കാരണം അവരുടെയൊക്കെ മൈൻഡിൽ ഈ സ്പൈഡർമാനുമായിട്ടുള്ള മെമ്മറീസ് ഒരുപാടുണ്ടാവും, സ്പൈഡർമാൻ്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും. പക്ഷേ മുഖം അറിയത്തുണ്ടാവില്ല. കാരണം അത് ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ആ സ്പെല്ല് കാരണം മറന്നു പോയിട്ടുണ്ടാവും. മുഖം അറിയാത്ത ഒരാളുടെ കൂടെ നമ്മൾ ഇത്രയും ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ ആ മുഖം ആരുടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മുടെ നെഡ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മുടെ MJയുടെ ഒരു ബോയ് ഫ്രണ്ട് പോലത്തെ ഒരു ക്യാരക്ടറിനെ അവിടെ കാണിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നമ്മുടെ പീറ്റർ പാർക്കറിൻ്റെ ഹൃദയം തകർന്നു പോകുന്നുണ്ട്. പാവം, ചിലപ്പോൾ ഈ ചെറുകൻ എന്തോ ഒരു വില്ലൻ റോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ സ്പൈഡർമാൻ സ്ട്രീറ്റിൽ നിൽക്കുമ്പോൾ നമ്മുടെ പീറ്റർ പാർക്കറിൻ്റെ അടുത്ത് ആൾക്കാർ വന്നിട്ട്
നീ നിൻ്റെ ഉള്ളിലുള്ള മോൺസ്റ്ററിനെയൊക്കെ അടയ്ക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സ്പൈഡർമാൻ ആരാണ്, പുള്ളിയുടെ മ്യൂട്ടേഷൻ എന്താണെന്നൊക്കെ ഒരാളാണ് ഈ വില്ലൻ. അങ്ങനെ അവരൊക്കെ ആ സ്ട്രീറ്റിലെ എല്ലാവരെയും കൺട്രോൾ എടുത്ത് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സാമാൻ ഒരു പക്ഷേ ഒരാളെയും കൂടി കൺട്രോൾ എടുത്തിട്ടുണ്ടായിരിക്കണം. ഓൾമോസ്റ്റ് കൺട്രോൾ എടുത്തു. വേറെ ആരുമല്ല, നമ്മുടെ ഹൾക്ക്, ഐ മീൻ ബ്രൂസ് ബാനറിനെ. കാരണം അടുത്ത സീനിൽ നമ്മുടെ ബ്രൂസ് ബാനറുടെ പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്ന ആ റിസ്റ്റ് ബ്രാൻഡ് പൊട്ടിക്കിടക്കുന്ന പോലെ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ സ്പൈഡർമാൻ അത് എടുക്കുന്ന പോലെയും. അങ്ങനെ നമ്മുടെ ബ്രൂസ് ബാനർ ഹൾക്കായിട്ട് ട്രാൻസ്ഫോം ആവുന്ന ഒരു സീനാണ് അത് അടുത്ത് കാണിക്കുന്നത്. പക്ഷേ ആ ട്രാൻസ്ഫോർമേഷനിൽ തന്നെ നമ്മുടെ സ്പൈഡർമാൻ ഒരു കാര്യം പറയുന്നുണ്ട്, താൻ ഇത്രയും വലുതാവുന്നുള്ള കാര്യം ഞാൻ ഇതുവരെ അറിഞ്ഞില്ലല്ലോ എന്ന്. മാത്രമല്ല ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ തന്നെ നമ്മുടെ ബ്രൂസ് ബാനറിനെ ക്ലിയർ ആയിട്ടൊരു ഗ്രീൻ കളറിലല്ലാതെ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് കാണിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഗ്രേ ഹൾക്കായിരിക്കാം, നോക്കാം. എന്തായാലും നമ്മുടെ ഹൾക്കിനെ ഇവിടെ മൈൻഡ് കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. കാരണം ഹൾക്കിനെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ്. കാരണം ഏജ് ഓഫ് അൾട്രോണിൽ തന്നെ നമ്മുടെ വാണ്ടയൊക്കെ ഇതേപോലെ ഓൾറെഡി നമ്മുടെ ഹൾക്കിനെ മൈൻഡ് കൺട്രോൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം നമ്മുടെ പിടിവിട്ട നമ്മുടെ ഹൾക്ക് സ്പൈഡർമാനെ തന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഐ മീൻ പുള്ളിയുടെ ഐക്കോണിക് തണ്ടർ ക്ലാപ്പ് യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്പൈഡർമാൻ ജസ്റ്റ് മിസ്സിന് എസ്കേപ്പായി രക്ഷപ്പെടുകയാണ് അവിടുന്ന്. അതായത് കോമിക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു എക്സാക്ട് കോമിക് ആക്യുറേറ്റ് സാധനം നമുക്കിവിടെ കിട്ടാൻ വേണ്ടി പോവാണ്. ഹൾക്ക് വേഴ്സസ് സ്പൈഡർമാൻ ഫൈറ്റ്. അതിനുശേഷം നമ്മുടെ പീറ്റർ പാർക്കർ MJയുടെ അടുത്ത് വന്നിട്ട് നീ ഡേഞ്ചറിലാണ്, പക്ഷേ എന്നെ വിശ്വസിക്കണം എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മുടെ MJക്ക് അറിയില്ല ആ പീറ്റർ പാർക്കർ ആരാണെന്നും, ഐ മീൻ ആ സ്പൈഡർമാൻ്റെ ഉള്ളിലുള്ള ആ മുഖം ആരുടെയാണെന്ന്. പക്ഷേ നമ്മുടെ പീറ്റർ പാർക്കറിന് ഈ MJ നെഡൊക്കെ വേണ്ടപ്പെട്ടവരാണെന്ന് ആ വില്ലൻ അറിയാം. ചിലപ്പോൾ അവരെ വെച്ചിട്ട് ഇവർ നമ്മുടെ സ്പൈഡർമാനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളൊരു കാരണം കൊണ്ടായിരിക്കണം അവരെ സേഫാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പൈഡർമാൻ ഇവിടെ ട്രൈ ചെയ്യുന്നത്. അങ്ങനെ അവിടെയാണ് ഇതൊക്കെ കൊണ്ടുള്ള ഹെൽപ്പിന് നമ്മുടെ സ്പൈഡർമാൻ ഒറ്റയ്ക്ക് മനസ്സിലാവുന്നില്ലെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ സ്പൈഡർമാൻ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ നമ്മുടെ MJനെ സേഫാക്കി വെക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഫ്രാങ്ക് കാസലിൻ്റെ അടുത്തേക്ക് നമ്മുടെ പീറ്റർ പാർക്കർ കൊണ്ടുപോകുന്നത്. അങ്ങനെയായിരിക്കണം ഇവർ തമ്മിലുള്ള ആ മീറ്റിംഗ് കാണുന്നതും. അതിനുശേഷമുള്ള നമ്മുടെ ഹാൻഡുമായിട്ടുള്ള ആ പ്രിസൺ ഫൈറ്റ്. ആ ഒരു പ്രിസൺ ഫൈറ്റിൽ നമ്മുടെ ആ മ്യൂട്ടേഷൻ പുള്ളിനെ ഓൾമോസ്റ്റ് കൺട്രോൾ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. മൊത്തത്തിൽ ആ ഒരു സംഭവത്തിലായിരിക്കണം നമ്മുടെ സ്പൈഡർമാൻ അവിടെ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പം തന്നെ നമ്മുടെ ഫ്രാങ്ക് കാസലിൻ്റെ ഒക്കെ ഒരു വോയിസ് ഓവർ പറയുന്നുണ്ട്, അതായത് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഇപ്പം തന്നെ ചെയ്യണം, വേറെ ടൈമില്ലാന്ന്. കാരണം എന്തോ എവിടെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ മൊത്തം ട്രെയിലറിലും നമ്മുടെ ആ ജീൻ ഗ്രേയുടെ ക്യാരക്ടറിനെയാണ്, ജീൻ ഗ്രേ അല്ല സേഡ് സിംഗിൻ്റെ ആ ക്യാരക്ടറിനെയാണ് ഒരു വില്ലനെ പോലെ പോർട്രേ ചെയ്തിട്ടുള്ളത്. പക്ഷേ പുള്ളിക്കാരത്തേക്ക് ഇതിൽ മെയിനായിട്ടുള്ളൊരു വില്ലൻ റോൾ ആയിരിക്കില്ല. കാരണം ഒരു പകുതി വെച്ചിട്ട് ചിലപ്പോൾ അവളുടെ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മെയിനായിട്ട് വേറൊരു സൈക്കിക്കായിട്ടുള്ള ഒരു വില്ലൻ ഉണ്ടാവും. ചിലപ്പോൾ അത് നമ്മുടെ ടോം സ്റ്റോൺ ആയിരിക്കാം. കാരണം ടോം സ്റ്റോൺ ജാക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു വില്ലനെ കൺട്രോൾ ചെയ്തിട്ട് ചിലപ്പോൾ ഇതൊക്കെ നടക്കുന്നതായിരിക്കാം. ടോം സ്റ്റോൺ ആയിരിക്കും ഇതിൽ മെയിൻ വില്ലൻ എന്നൊക്കെയാണ് ഒരുപാട് റൂമേഴ്സൊക്കെ വരുന്നത്. പക്ഷേ ടോം സ്റ്റോണിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. മാത്രമല്ല ഈ ഒരു ട്രെയിലറിൽ നമ്മൾ ടെറൻഡോലേനെയും മറ്റേറായിട്ട് കാണിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ കഴിഞ്ഞ ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ടാവും. അവരൊക്കെ എന്തായാലും ഈ പടത്തിലുണ്ട്. പക്ഷേ ഇത് മെയിൻലി ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ സ്പൈഡർമാൻ്റെ ആ ജീൻ മ്യൂട്ടേഷനും നമ്മുടെ ആ പീറ്റർ പാർക്കറും നമ്മുടെ ബ്രൂസ് ബാനറും തമ്മിലുള്ള ആ എൻകൗണ്ടറിനെ കുറിച്ചാണ് ക്ലിയർ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല ഒരു കാര്യം കൂടി ഉറപ്പാണ്, നമ്മുടെ ഈ പീറ്റർ പാർക്കർ കാരണം നെഡും MJയും ഇപ്പോൾ വലിയൊരു പണിയിലാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ആ വില്ലൻ എന്തായാലും മനസ്സിലായി ഈ പീറ്റർ പാർക്കർ സ്പൈഡർമാന് വേണ്ടപ്പെട്ടവരാണ് ഈ MJ നെഡ് എന്ന്. എങ്ങനെ പുള്ളി അവർക്ക് ഇതൊക്കെ മനസ്സിലായെന്ന് അറിയില്ല. ചിലപ്പോൾ നമ്മുടെ സ്പൈഡർമാൻ എപ്പോഴും ഇവരെ ഫോളോ ചെയ്യുന്നതുകൊണ്ടും സ്റ്റോക്ക് ചെയ്യുന്നതുകൊണ്ടൊക്കെ ചിലപ്പോൾ ആ വില്ലന് മനസ്സിലായതായിരിക്കാം. അങ്ങനെ ആ ഒരു കാരണം കൊണ്ട് അവർ ഡേഞ്ചറിലാണ്. ചിലപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും സകല പിടിയും വിട്ടിട്ട് നമ്മുടെ സ്പൈഡർമാൻ ചിലപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. പിന്നെ അതിനുശേഷം ആ പ്രിസൺ ഫൈറ്റിൽ നമ്മുടെ ഹാൻഡുമായിട്ടുള്ള ആ ഫൈറ്റിൽ ഇതുവരെ കാണാത്ത രീതിക്ക് എക്സ്ട്രാ ഓർഡിനറി രീതിക്ക് നമ്മുടെ സ്പൈഡർമാൻ പുള്ളിയുടെ ബോഡിയിൽ നിന്ന് മൊത്തത്തിൽ ഒരുമാതിരി വല പോകുന്ന പോലെ ആയിരിക്കും ആ ഹാൻഡുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് കയ്യിൽ തന്നെ ആയിരിക്കും, നോക്കാം അതെങ്ങനെയാണെന്ന്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ട്രെയിലറിൽ കണ്ടിട്ടുള്ള ആ സെയിം സീൻ, അതായത് ആൻമേഡ് ആ കല്ലറയിൽ നിന്നിട്ട് നമ്മുടെ പീറ്റർ പാർക്കർ പോകുന്ന പോലെ ആ ബാക്കിൽ നമ്മുടെ ആൻമേയുടെ ചെറിയൊരു വോയിസ് ഓവറൊക്കെ പോകുന്നുണ്ട്. ആ ഒരു സംഭവമായിരിക്കും ഈ പടത്തിൻ്റെ ഓപ്പണിംഗ് സീനിലൊക്കെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ഇതിൻ്റെ ഓപ്പണിംഗ് സീൻ ഓൾറെഡി ഒഫീഷ്യലായിട്ട് തന്നെ പുറത്ത് വിട്ടിട്ടായിരുന്നു 15 മിനിറ്റോളമുള്ള കാര്യം. ആ ഒരു കാര്യത്തിൽ നമ്മളിത് കണ്ടിട്ടുള്ളതുമാണ്. അതായത് നമ്മുടെ പീറ്റർ പാർക്കർ ഫോണിൽ അലാറമൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ആൻമയുടെ കല്ലറിലൊക്കെ പോയി വരുന്നതൊക്കെ. അതിനുശേഷം ആ മൊത്തം ബിൽഡിംഗ് ഇടിച്ച് തകർന്നതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഹൾക്കും സ്പൈഡർമാനും വീഴുന്ന പോലെ ഒരു സീൻ. ആക്ച്വലി ഇത് നേരത്തെ ആ ട്രെയിലറിൽ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള നമ്മുടെ ഹൾക്കും സ്പൈഡർമാനും ഫസ്റ്റ് നമ്മുടെ ഹൾക്ക് ട്രാൻസ്ഫോം ആയിട്ട് സ്പൈഡർമാനുമായിട്ട് ആ ഫൈറ്റ് നടക്കുന്നുണ്ടാവും ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ. ചിലപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ആ ബാക്കി ഫൈറ്റ് സീക്വൻസസ് ആയിരിക്കാം ഈ കാണിച്ചത്. ഈ ഹൾക്കിനെ എങ്ങനെയാണ് സ്പൈഡർമാൻ എന്ത് ചെയ്തിട്ടാണ് ഹൾക്കിനെയൊക്കെ നേരിടാൻ വേണ്ടി പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയാം. കാരണം ബിഗ് ആയി കൂൾ ഡൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ ലവറൊന്നും ഇല്ല, എന്തരാവോ. മാത്രമല്ല പിന്നെ അടിച്ച് കുത്തി പുള്ളിനെ നോക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അയൺമാനും ഇല്ല. അത്ര പവർഫുൾ ആയിട്ടുള്ള ഹീറോസ് എന്തായാലും വരാനും വേണ്ടി പോകുന്നില്ല ഈ പടത്തിൽ. എന്തായാലും നമ്മുടെ ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പൈഡർമാൻ തന്നെ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചാലേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ബ്രൂസ് ബാനർ തന്നെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. എന്താവുമെന്ന് നമുക്കത് കണ്ടു തന്നെ അറിയാം. പിന്നെ ഈ ട്രെയിലറിൻ്റെ മൊത്തം ഒരു സംഭവം കണ്ടിട്ട് മിക്കവാറും നമ്മുടെ സ്പൈഡർമാനെ പടമാക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്.
കാരണം ഇതിൻ്റെ പ്ലോട്ട് സിനോപ്സിസ് ഒക്കെ അനുസരിച്ചിട്ട് ലീക്കായിട്ടുള്ള പ്ലോട്ട് സിനോപ്സിസ് ഒക്കെ അനുസരിച്ചിട്ട് ഈ പടത്തിൻ്റെ എൻഡോട് കൂടിയിട്ട് നമ്മുടെ സ്പൈഡർമാൻ മരിക്കും എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ സ്പൈഡർമാൻ മരിക്കുമായിരിക്കും. അത് നമ്മുടെ സ്പൈഡർമാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളതായിരിക്കും. കാരണം എന്തായാലും ഈ ജീൻ മ്യൂട്ടേഷൻ കാരണം പുള്ളി ഒരു മോൺസ്റ്ററായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പുള്ളി മനസ്സിലാക്കിയിട്ട് ഇവിടെ ലൈഫ് തന്നെ സാക്രിഫൈസ് ചെയ്തിട്ട് പുള്ളിയുടെ ഫ്രണ്ട്സിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പൈഡർമാൻ ഇറങ്ങുന്ന പോലെയും ചിലപ്പോൾ മരിക്കുന്ന പോലെയും ചിലപ്പോൾ കാണിക്കുമായിരിക്കും. അങ്ങനെ മരിച്ചിട്ടുള്ള നമ്മുടെ സ്പൈഡർമാനെ പിന്നെ വെനം കൊണ്ടുവരുന്നു, പിന്നെ പുള്ളി വീണ്ടും ജീവിച്ചു വരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അത് എത്രത്തോളം സത്യമാവുന്നൊക്കെ ഈ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മനസ്സിലാവും. എന്തായാലും ഇനി ഓൾമോസ്റ്റ് 1 മാസം കൂടിയേ ഉള്ളൂ, നമുക്ക് കണ്ടു തന്നെ അറിയാം. പിന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം 5-6 ദിവസം മുമ്പ് HD പ്രിൻറ്റിൽ തന്നെ ഇത് ഓൾറെഡി ലീക്കായിട്ടുണ്ടായിരുന്നു. ആ ലീക്കായിട്ടുള്ള സെയിം സാധനം തന്നെയാണ് ഇപ്പോൾ ഒഫീഷ്യലി റിലീസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പടവും ലീക്കായെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റൂമേഴ്സൊക്കെ ഉണ്ട്. ദൈവത്തിനറിയാം ഇനി പടവും ഓൺലൈനിൽ ലീക്കാവുന്നൊക്കെ. ആ പടം എങ്ങാനും ലീക്കാവുകയാണെങ്കിൽ സപ്പോസ്, കാരണം ഓൾറെഡി ഇപ്പോൾ നമ്മുടെ ഡൂംസ്ഡേയുടെ ഒക്കെ ക്ലിപ്പൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. സോ പടം ആവുകയാണെങ്കിൽ മാക്സിമം ആരും കാണാതിരിക്കുക, അതിൻ്റെ സീൻസൊന്നും അധികം ഷെയർ ചെയ്യാതെ ഇരിക്കുക. കാരണം ട്രെയിലറും ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കാണുന്ന പോലെയല്ല, ഇത് പടമാണ്. അതൊക്കെ നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴേ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.